നമുക്കിവിടെ നിന്ന് അല്പം മാറി നിന്ന് സംസാരിക്കാം. രഘു അർജുനെയും റിയാസിനെയും നോക്കി പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലടോ, ഇവിടെ തന്നെയാണ് പറ്റിയ സ്ഥലം. അർജുൻ അയാളെ നോക്കി പറഞ്ഞു. ലച്ചു, നീ നീ അകത്തേക്ക് പോ. ഭദ്ര പുറകിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവൾ അകത്തേക്ക് പോകാൻ ഒരുങ്ങി. നിൽക്കേ. പെട്ടെന്ന് അർജുൻ അവളെ നോക്കി പറഞ്ഞു. ലച്ചു എന്ന ലക്ഷ്മി അവനെ തിരിഞ്ഞു നോക്കി. ഇത് നിൻ്റെ ചേച്ചിയാണോ? ഭദ്രയെ ചൂണ്ടി അർജുൻ ലച്ചുവിനോട് ചോദിച്ചു. അതെ. അവൾ ഭദ്രയെ ഒന്ന് നോക്കി മറുപടി നൽകി. നിങ്ങളുടെ അമ്മ എവിടെ? അവൻ്റെ ചോദ്യം വീണ്ടും ലച്ചുവിനോടായിരുന്നു. അമ്മയില്ല, മരിച്ചു. ലച്ചു തല താഴ്ത്തി നിന്നുകൊണ്ട് മറുപടി നൽകി. ഓ, മരിച്ചോ? ഭാഗ്യം. ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെയും മകളുടെയും കൊള്ളരുതായ്മകൾ കണ്ട് നരകിച്ച് തീർന്നേനെ. അവൻ പറഞ്ഞുകൊണ്ട് രഘുവിന് നേരെ തിരിഞ്ഞു. എന്നാലും താൻ കൊള്ളാലോ, സ്വന്തം മകളെ തന്നെ കൂട്ടിക്കൊടുത്തല്ലേ ജീവിക്കുന്നത്. അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത്, അപേക്ഷയാണ്. ഭദ്ര പെട്ടെന്ന് റിയാസിനും യദുവിനും നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ അർജുനെ നോക്കാതെ നിന്നില്ല. പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളാണോ? നിന്റെ ഈ തന്തപ്പടിയല്ലേ പ്രശ്നങ്ങളുണ്ടാക്കിയത്? യദു രഘുവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവളോട് ചൂടായി. അവൾ മനസ്സിലാക്കാതെ അവനെ നോക്കി. അന്നൊരു രാത്രി റിസോർട്ടിലേക്ക് നിന്നെ വിലക്ക് വാങ്ങിയതിന് ഇയാൾക്ക് പറഞ്ഞതിലും പണം ഞാൻ കൊടുത്തതാണ്. റിയാസ് പറഞ്ഞത് കേട്ട് അവൾ തല താഴ്ത്തി. ലച്ചു ഞെട്ടലോടെ ഭദ്രയെ നോക്കി. എന്നിട്ടും പലപ്പോഴായി ഇയാൾ എന്നെ വിളിച്ച് പൈസ ആവശ്യപ്പെട്ടു. അതൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. അതും പറഞ്ഞിട്ട് ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ഇയാൾ ചോദിക്കുന്നത്. അതും പറഞ്ഞ് ഇയാൾ പബ്ലിക്കായി ഇവനെ പോയി കാണുകയും ചെയ്തു. ഇവനെ സമൂഹത്തിന് മുൻപിൽ അപമാനിക്കാനല്ലേ ഇയാൾ ശ്രമിച്ചത്? റിയാസ് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഭദ്ര രഘുവിനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞു. നീ ആരോടാടാ ഇതൊക്കെ പറയുന്നത്? ഇവളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ. പെട്ടെന്ന് അർജുൻ ഭദ്രയെ നോക്കി പല്ലിറമിക്കൊണ്ട് പറഞ്ഞു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന നിന്നിൽ നിന്ന് ഞാൻ കൂടുതൽ അന്തസ്സുള്ള പ്രവൃത്തിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ തല താഴ്ത്തി. നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്. രഘു പെട്ടെന്ന് അർജുനെയും മറ്റും നോക്കി ഒരു പതർച്ചയോടെ പറഞ്ഞു. പോകാനോ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക്? തൻ്റെയും തൻ്റെ മോളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കട്ടെ, എന്നിട്ട് പോകാം. റിയാസ് രഘുവിനെ നോക്കി പറഞ്ഞു. എൻ്റെ പേരിൽ ഒരു പൈസ പോലും നിങ്ങൾ ആർക്കും ഇനി കൊടുക്കേണ്ട. ആരും ഒന്നും ഇനി ഒട്ട് ചോദിക്കുകയുമില്ല. ഭദ്ര ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് റിയാസിനെ നോക്കി പറഞ്ഞു. നിൻ്റെ ഈ വാക്ക് ഞങ്ങളെങ്ങനെ വിശ്വസിക്കാനാണ്? യദു അവളെ നോക്കി ചോദിച്ചു. ഇപ്പോൾ വാക്ക് തരാൻ മാത്രമേ എനിക്ക് കഴിയൂ. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഭദ്ര അവനെ നോക്കി നിസ്സഹായതയോടെ പറഞ്ഞു. യദു അർജുനെ നോക്കി. നീ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ എവിടെ? കാണിക്ക്. അർജുൻ അവളോട് ചോദിച്ചു. ഭദ്ര, നീ ലച്ചുനെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോകോ, ഞാൻ ഇവരോട് സംസാരിക്കാം. രഘു പെട്ടെന്ന് ഭദ്രയെ നോക്കി പറഞ്ഞു. എന്നാൽ അവൾ അയാളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഏത് വീഡിയോയുടെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? അവൾ സംശയത്തോടെ റിയാസിനോട് ചോദിച്ചു. അടുത്ത നാടകമാണോ? അർജുൻ അവളെ നോക്കി ചോദിച്ചു. അവൾ അവനെ നോക്കിയില്ല, റിയാസിനെ തന്നെ നോക്കി നിന്നു. ഇവനും നീയും അന്ന് റിസോർട്ടിൽ ഒരു രാത്രി ഒരുമിച്ച് ചിലവഴിച്ച ദൃശ്യങ്ങൾ നീ ഇവനറിയാതെ പകർത്തിയെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അതാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. റിയാസ് അവൾക്ക് മറുപടി നൽകി. അത് കേട്ട് അവളിൽ ഞെട്ടൽ നിറഞ്ഞു. നീ കിടക്ക പങ്കിടുന്ന എല്ലാവരുടെയും ഒപ്പമുള്ള വീഡിയോ അവരറിയാതെ എടുത്ത് പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ പതിവ്? അങ്ങനെ എത്ര രൂപയുണ്ടാക്കി നീ? എന്നിട്ടും എന്താ ഈ ചെറ്റക്കുടിയിൽ കിടക്കുന്നത്? അർജുൻ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ഞാൻ വീഡിയോ തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്തോ ചെയ്യും? അവൾ എന്തോ പറയാൻ ഒരുങ്ങിയ നേരം രഘു പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരും അയാളെ നോക്കി. തൻ്റെയും തൻ്റെ മോളുടെ ലീലാവലാസങ്ങൾ ഈ നാട് മുഴുവൻ അറിയും. റിയാസ് അയാളെ നോക്കി പല്ല് കൊടിച്ചുകൊണ്ട് പറഞ്ഞു. ഹാ, അങ്ങനെ അങ്ങ് വിരട്ടാതെ ചെറുക്ക. നീയൊക്കെ ഈ നാട്ടുകാരോട് പറഞ്ഞാൽ എനിക്ക് ഒരു ചുക്കുമില്ല. എന്നാൽ നിൻ്റെയൊക്കെ തനിക്കൊണം എല്ലാവരും അറിയും. നീയൊക്കെ നാറും. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടനല്ലേ? രഘു നിലത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും യദുവും റിയാസും ഒന്നും മിണ്ടാനാകാതെ നിന്നുപോയി. ഞങ്ങൾക്ക് നഷ്ടമാകാൻ ഒന്നുമില്ല, എന്നാൽ നിങ്ങൾക്കോ? രഘു അർജുനെ നോക്കി ചോദിച്ചു. പന്ന മോനെ, ആരോടാ താൻ ഈ കളിക്കുന്നതെന്ന് അറിയുമോ? പെട്ടെന്ന് അർജുനെ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഹാ, വിട് വിട്. രഘു അവൻ്റെ പിടി പിടിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഒരൊറ്റ കോൾ മതി തന്നെയും തന്നെ ഈ നിൽക്കുന്ന കുടുംബത്തെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ. അറിയാലോ, തന്നേക്കാൾ പണവും സ്വാധീനവുമുണ്ട് ഈ അർജുൻ മഹേശ്വരന്. അർജുൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു. ശേഷം രഘുവിൻ്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. പിന്നെ അവൻ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തു. ഇത് 20 ലക്ഷത്തിൻ്റെ ചെക്കാണ്. അർജുൻ ചെക്ക് ലീഫ് എടുത്ത് രഘുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ചോദിച്ചാലും ഇരട്ടിയുണ്ട്, ഇതാ. അർജുൻ അയാൾക്ക് നേരെ നീട്ടി. രഘുവിൻ്റെ കണ്ണൊന്നും വിടർന്നു. അയാൾ ആർത്തിയോടെ അത് തട്ടിപ്പറിച്ചു വാങ്ങി. അജു. യദു അവനെ നോക്കി വിളിച്ചു. എന്നാൽ അർജുൻ്റെ നോട്ടം രഘുവിൽ മാത്രമായിരുന്നു. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻ്റാണ്. തൻ്റെ ഈ നിൽക്കുന്ന മകളെ ഒരു രാത്രിയിൽ എനിക്ക് കാഴ്ചവെച്ചതിനുള്ള അവസാന പേയ്മെൻറ്റ്. അവൻ ഭദ്രയെ ചൂണ്ടി രഘുവിനോട് പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി താൻ ഈ കാര്യം പറഞ്ഞ് പൈസ ചോദിച്ച് വിളിക്കാൻ പാടില്ല. കൂടാതെ അന്നെടുത്ത വീഡിയോസ് ഇപ്പോൾ ഈ നിമിഷം എൻ്റെ മുന്നിൽ വിളിച്ച് ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ ഈ അർജുൻ നിൻ്റെയൊക്കെ ശവം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അർജുൻ്റെ മുഖം മഞ്ഞമായി. അത് കാണേ രഘുവിൻ്റെ മുഖത്ത് ചെറുതായി ഭയം നിറഞ്ഞു.
അത് ഞാൻ രഘു എന്തോ പറയാനൊരുങ്ങിയ നിമിഷം പെട്ടെന്ന് അയാളുടെ കയ്യിലിരുന്ന ചെക്ക് ആരോ തട്ടിപ്പറിച്ചു. ഭദ്രയായിരുന്നു അത്. അതിങ്ങ് താടി, രഘു ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ അവൾ അയാളെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് തന്നെ ആ ചെക്ക് പെട്ടെന്ന് കീറിക്കളഞ്ഞു. അത് കണ്ട് അർജുനൻ നെറ്റിച്ചുളിഞ്ഞു. യദുവും റിയാസും പരസ്പരം നോക്കി. ഡീ, രഘു അവളെ നോക്കി അലറി. ഒപ്പം അവൾക്ക് നേരെ കൈ ഉയർത്തി. എന്നാൽ അവളുടെ കവിളിൽ അയാളുടെ കൈ പതിയും മുൻപ് ഭദ്ര തന്നെ ആ കൈയിൽ പിടിമുറുക്കി. പിടിവിട്ട് നിൽക്കുവാണ് ഞാൻ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത് നിങ്ങൾ, അവൾ അയാളെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ എന്നാൽ ദേഷ്യത്തോടെ തറപ്പിച്ച് പറഞ്ഞു. രഘു ദേഷ്യത്തോടെ പല്ലിറങ്ങി. ഭദ്ര അയാളുടെ കൈവിട്ട് അർജുനെ നേരെ തിരിഞ്ഞു. അവൾ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. അന്നെൻ്റെ സാഹചര്യം മൂലം ഞാൻ, അവൾ പറഞ്ഞു വന്നതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. നിന്റെ കള്ളക്കഥയും കണ്ണുനീരുമൊന്നും എനിക്ക് കാണണ്ട. സത്യത്തിൽ നിന്നെപ്പോലൊരുത്തിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പോലും എനിക്കിഷ്ടമല്ല. അന്ന് ബോധം ഇല്ലാതെയാണെങ്കിൽ കൂടി നിന്നെ ഞാൻ തൊട്ടല്ലോ എന്നോർക്കെ എനിക്ക് സ്വയം മറപ്പാണ് ഇനി നിമിഷം വരെ തോന്നിയിട്ടുള്ളത്. അവൻ്റെ മുഖത്ത് അവജ്ഞ നിറഞ്ഞു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങി. അവൾ ഉമിനീർ ഇറക്കി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ അർജുനിൽ നിന്ന് നോട്ടം മാറ്റി അവൾ യദുവിനെയും റിയാസിനെയും നോക്കി. അന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളതോർത്ത് പേടിക്കേണ്ട. ഇനി അതിൻ്റെ പേരിൽ ഒരു രൂപ പോലും ഇയാൾക്ക് കൊടുക്കേണ്ടതുമില്ല, അവൾ അവരെ നോക്കി പറഞ്ഞു. യദുവും റിയാസും ഞെട്ടലോടെ അവളെ നോക്കി. താൻ കള്ളം പറയുവാണോ? റിയാസ് അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. നിന്നെപ്പോലൊരു പിഴച്ച പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാണ്? അർജുൻ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ചോദിച്ചു. അത് കേൾക്കെ അവൾ കണ്ണുകൾ ഇറുകെ മൂടി മുഷ്ടി ചുരുട്ടി. പിന്നെ അവൾ കണ്ണു തുറന്നു. ശേഷം ലച്ചുവിനരികെ ചെന്നു. ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ അടുത്തേക്ക് നിർത്തി ഭദ്ര ലച്ചുവിൻ്റെ തലയിൽ കൈവച്ചു. എനിക്ക് ആകെ ഇവളേ ഉള്ളൂ സ്വന്തമെന്ന് പറയാൻ. ഇവളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുവാണ്. ഞാൻ ഒരു വീഡിയോയും അന്ന് എടുത്തിട്ടില്ല. ഞാനായിട്ട് നിങ്ങളുടെ പണം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടുമില്ല, അവൾ ഉറച്ച സ്വരത്തിൽ അർജുനെ നോക്കി പറഞ്ഞു. ഇതുമാത്രമല്ല, മരിച്ചുപോയ എൻ്റെ അമ്മ സത്യം. ഞാൻ പറഞ്ഞത് സത്യമാണ്, എന്നെ വിശ്വസിക്കണം, അവൾ യദുവിനെയും റിയാസിനെയും നോക്കി പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇത്രയും നാൾ കള്ളം പറഞ്ഞതാണോ? റിയാസ് ദേഷ്യത്തോടെ രഘുവിനെ നോക്കി. അയാൾ അപ്പോഴും ഒരു കൂസലുമില്ലാതെ നിൽക്കുമായിരുന്നു. എന്നെപ്പോലെ ഒരു പിഴച്ച പെണ്ണിൻ്റെ വാക്ക് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആകുന്നില്ല എന്നാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ നിമിഷം ഞങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് നിങ്ങൾക്ക് പോകാം, അവൾ പറഞ്ഞു. ലച്ചു പേടിയോടെ ഭദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അജു, ഇവള് പറഞ്ഞത് നേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, യദു അർജുനെ നോക്കി പറഞ്ഞു. അർജുൻ ഭദ്രയെ നോക്കിയൊന്ന് മൂളി. നമുക്ക് പോകാം, അർജുൻ പറഞ്ഞുകൊണ്ട് രഘുവിൻ്റെ അടുത്തേക്ക് വന്നു. അന്നത്തെ രാത്രിയുടെ കാര്യം മറ്റൊരാൾ അറിഞ്ഞാൽ, അതായത് പുറം ലോകം അറിഞ്ഞാൽ, ഈ അർജുൻ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണും. അത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാകും, അവൻ താക്കീത് പോലെ പറഞ്ഞു. ശേഷം അവൻ തിരിഞ്ഞ് ഭദ്രയെ ഒന്ന് നോക്കി. തെരുവിൽ പിച്ച് തണ്ടി നടക്കുന്നവർക്കും മോഷ്ടിക്കാൻ നടക്കുന്നവർക്കുമൊക്കെ നിന്നേക്കാൾ അന്തസ് കാണൂടി ആഷ്, അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് നടന്നു. അവളെ ഒന്ന് നോക്കി യദുവും റിയാസും അർജുന് പുറകെ പോകാനൊരുങ്ങി. പിന്നെ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ റിയാസ് തിരിഞ്ഞു വന്ന് രഘുവിൻ്റെ ചെപ്പക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തു. ഇത് നീ ഇത്രയും നാളെ എന്നെ പറ്റിച്ചതിന്, റിയാസ് അയാളോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. ഭദ്ര വേഗം തന്നെ തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. രഘുവിനെ ഒന്ന് നോക്കി ലച്ചുവും അവൾക്ക് പുറകെ പോയി. ഹോ, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്, റിയാസ് ആശ്വാസത്തോടെ പുറകിലെ സീറ്റിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു. അർജുൻ്റെയോ യദുവിൻ്റെയോ മറുപടി ഒന്നും വരാതെ അവൻ ഫ്രണ്ട് സീറ്റിലേക്ക് നോക്കി. തിരിച്ചുള്ള യാത്രയിൽ യദു ആയിരുന്നു ഡ്രൈവ് ചെയ്തത്. അർജുൻ കോ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു. നിങ്ങളെന്തോ ഒന്നും മിണ്ടാത്തത്, റിയാസ് സംശയത്തോടെ ചോദിച്ചു. നത്തിങ്, അർജുൻ ഒറ്റ വാക്കിൽ മറുപടി നൽകി പുറത്തേക്ക് നോട്ടമിട്ടു. അവൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും മധുരയിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരുന്നു. യദു, നിനക്കോ? റിയാസ് യദുവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് പലതും ശരിയായിട്ട് തോന്നുന്നില്ല, യദു പെട്ടെന്ന് പറയുന്നത് കേട്ട് റിയാസ് നെറ്റി ചൊളിച്ചു. അർജുനൻ സംശയത്തോടെ യദുവിനെ നോക്കി. എന്ത് ശരിയായിട്ട് തോന്നുന്നില്ലെന്ന്? നീ എന്താ ഉദ്ദേശിച്ചേ? അവരുടെ കയ്യിൽ വീഡിയോ കാണുമെന്നാണോ? റിയാസ് ഞെട്ടലോട് ചോദിച്ചു. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നും തോന്നുന്നില്ല. ആ പെണ്ണ് പറഞ്ഞത് നേരായിട്ട് തന്നെ തോന്നുന്നു. പിന്നെ എന്താ നിനക്ക് ശരിയായിട്ട് തോന്നാത്തത്? റിയാസ് ഒന്നും മനസ്സിലാക്കാതെ ചോദിച്ചു. എനിക്കറിയില്ലടാ, ആ രണ്ട് പെൺകുട്ടികൾ, അവർ ജീവിക്കുന്ന സാഹചര്യം, ആ രഘു, ആ ഭദ്ര എന്ന പെണ്ണിൻ്റെ വാക്കുകൾ, എന്തൊക്കെയോ കുഴപ്പം അവരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. ഏതൊരു കൈ സ്റ്റിയറിങ്ങിൽ മുറുക്കി മറ്റൊരു കൈ കൊണ്ട് നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അവരുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ പോവാണോ നീ ഇനി? അർജുൻ തെല്ലു പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും യദുവിനെ നോക്കി ചോദിച്ചു. യദു ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു. നീ ആ പെണ്ണിനോട് സംസാരിച്ച രീതി ശരിയായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അജു? യദു തല ധരിച്ച് അർജുനെ നോക്കി ചോദിച്ചു. അർജുൻ സംശയത്തോടെ അവനെ നോക്കി. വളരെ മോശം പദപ്രയോഗങ്ങളാണ് നീ ആ പെണ്ണിനോട് സംസാരിക്കാനും അവളെ വിളിക്കാനും ഉപയോഗിച്ചത്. എനിക്ക് എന്തുകൊണ്ടും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അജു, യദു പറഞ്ഞു.
നീ എന്താ ആ പെണ്ണിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്? എന്താ അവളുടെ തൊലിയൊളിപ്പിൽ നീ വീണുപോയോ? അർജുൻ യദുവിനെ നോക്കി കുറച്ച് അമർഷത്തോടെ ചോദിച്ചു. യദു അവനെ ദേഷ്യത്തിലൊന്നും നോക്കി. അല്ല, നിന്റെ സംസാരം കേട്ടതുകൊണ്ട് ചോദിച്ചു പോയതാ, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. പണത്തിന് വേണ്ടി ശരീരം വിറ്റ് നടക്കുന്ന അവളെ എത്ര മോശം പറഞ്ഞാലും മതിയാകില്ല. ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയെന്നല്ലാതെ എനിക്ക് മറ്റൊന്നും തോന്നുന്നില്ല, അർജുൻ വാശിയോടെ പറഞ്ഞു. ആരോഗ്യമുണ്ടല്ലോ, കൈക്കും കാലിനും കുഴപ്പവുമില്ല. മറ്റെന്തെല്ലാം പണികൾ കിട്ടാനുണ്ട്? വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അങ്ങനെയുള്ള പണികളും ഉണ്ടല്ലോ. കടകളിൽ വല്ല സെയിൽസ് ഗേളായിട്ടോ അതല്ല മറ്റ് ജോലികളോ അങ്ങനെ എന്തെങ്കിലും അവൾക്ക് നോക്കാമല്ലോ. എന്നിട്ടും അവൾ വ്യഭിചരിക്കാൻ ഇറങ്ങിയേക്കുന്നു. ഓരോരുത്തന്മാരുടെ മുൻപിൽ തുണി അഴിച്ചിറങ്ങാൻ അവൾക്ക് ഒരറപ്പുമില്ലേ? എത്ര അവന്മാർ തൊട്ട് കീഴടക്കി കാണും അവളുടെ ശരീരം. അവൻ മുഷ്ടി ചുരുട്ടി പല്ലെറിമിക്കൊണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു. യദു അവനെ ഒന്ന് നോക്കി. വാട്ട്? യദുവിൻ്റെ നോട്ടം കണ്ട് സംശയത്തിൽ അർജുൻ ചോദിച്ചു. നിന്റെ ആരേലുമാണോ അവൾ? യദു പെട്ടെന്ന് ചോദിക്കുന്നത് കേട്ട് അർജുൻ മുഖം ചൊളിച്ചു. പറയജു, അവൾ നിന്റെ ആരേലുമാണോ? യദു വീണ്ടും ചോദിച്ചു. അവൾ എൻ്റെ ആരാണോന്നാണ് നീ ചോദിക്കുന്നത്? അർജുൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ നിന്റെ ആരുമല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ ചെയ്യുന്ന തൊഴിലിനെ ഓർത്ത് നീ ഇത്രയും രോഷം കൊള്ളുന്നത്? യദു ചോദിക്കുന്നത് കേൾക്കെ അർജുൻ ഒരു നിമിഷം ഒന്നും പറയാനാകാതെ പോയി. അവളെപ്പോലുള്ളവരൊക്കെ എനിക്ക് തീരെ കണ്ടുകൂടാ. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അർജുൻ വാക്കുകൾ പരതി. യദു അവനെ നോക്കി, പിന്നെ നേരെ നോക്കി വണ്ടി ഓടിച്ചു. സത്യത്തിൽ അജു, യദു പറഞ്ഞത് ആലോചിച്ചപ്പോൾ എനിക്കും ഇപ്പോൾ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നു. പെട്ടെന്ന് റിയാസ് പറഞ്ഞത് കേട്ട് യദു മിററിലൂടെ അവനെ നോക്കി. അർജുൻ രൂക്ഷമായി പുറകിലേക്ക് നോക്കി. അല്ലടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ രഘു എന്നോട് പലപ്പോഴായി പണം ആവശ്യപ്പെട്ട് ഞാൻ അവന് ഇപ്പോൾ ഒരു 7-8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കൊടുത്ത പൈസ അവിടെ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ കൊച്ച്, ലച്ചു, അവൾ ആദ്യം നമ്മളെ കണ്ട് ഓടിയപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഷിമ്മി കവർ പൊട്ടി നിലത്തേക്ക് വീഴുന്നത് നീ കണ്ടില്ലേ? പോരാത്തതിന് ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ സംസാരിക്കുന്നതും കേട്ടില്ലേ? റിയാസ് പറഞ്ഞു. യദു അത് കേട്ടൊന്ന് തലയനക്കി. എന്നാൽ അർജുനൊന്നും പ്രതികരിച്ചില്ല. ആ പെണ്ണ് കണ്ടവൻ്റെ കൂടെയൊക്കെ പൈസയ്ക്ക് കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനൊത്ത് പൈസയും വാങ്ങിച്ച് കാണില്ലേ? പക്ഷേ അങ്ങനെ പണം ഉണ്ടാക്കുന്നവരാണെന്ന് അവരെ കണ്ടാൽ പറയുമോ? എന്തോ കഴിക്കാനും കുടിക്കാനും പോലും ഇല്ലാത്ത പട്ടിണി പാവങ്ങളെ പോലെയാ ആ 2 പെണ്ണുങ്ങളെയും കണ്ടാൽ പറയും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ രഘു പിന്നെയും പൈസ വാങ്ങിയെന്നും വീഡിയോയുടെ കാര്യവുമൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ആ പെണ്ണ് ഞെട്ടുവാണ് ചെയ്തത്. അവൾ അതൊന്നും അറിയാത്തതുപോലെ, റിയാസ് ആലോചനയോടെ പറഞ്ഞു. പിന്നെ അവൾ ഒന്ന് നിർത്തുന്നുണ്ടോ? വീണ്ടും റിയാസ് എന്തോ പറഞ്ഞു വന്നതും അർജുൻ അവന് നേരെ ശബ്ദമുയർത്തി. കുറേ നേരമായി അവളെ ന്യായീകരിച്ചുകൊണ്ട് രണ്ടും എന്തൊക്കെയോ പറയുന്നു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് റിസോർട്ടിൽ അവൾ വന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയല്ലേ? എനിക്ക് അവൾ ശരീരം പങ്കിട്ടത്, ഞാനുമായി ഏർപ്പെട്ടത് പൈസയ്ക്ക് വേണ്ടി തന്നെയല്ലേ? അവൻ ചോദിച്ചതിന് യദുവും റിയാസും ഒന്നും മിണ്ടിയില്ല. അതെന്തായാലും വേശ്യാവൃത്തി തന്നെയാണ്, അതിന് ഞാൻ ഏകരിക്കില്ല, അർജുൻ തറപ്പിച്ച് പറഞ്ഞു. ആ അനീതി കൊച്ചിന് പ്രായപൂർത്തി പോലും ആയതല്ല എന്ന് ഉറപ്പാണ്. അവളുടെയും ആ തന്തയുടെയും കൂടെ ജീവിച്ച് ആ പെൺകുട്ടി കൂടി പിഴച്ചു പോകാതിരുന്നാൽ മതി, അർജുൻ പറഞ്ഞു. പിന്നീട് അവർ ആരും വലുതായിട്ടൊന്നും സംസാരിച്ചില്ല. 1.5 മണിക്കൂറുകൾക്ക് ശേഷം അവർ എറണാകുളം എത്തിച്ചേർന്നിരുന്നു. എന്നെ ശില്പയുടെ ഫ്ലാറ്റിന് മുൻപിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ കാർ കൊണ്ട് പൊക്കോളൂ, അർജുൻ യദുവിനെയും റിയാസിനെയും നോക്കി പറഞ്ഞു. നീ അവളോട് 2 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ളപ്പോൾ 2 ദിവസം നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് നോ, റിയാസ് അവനോട് പറഞ്ഞു വന്നതും അർജുൻ പെട്ടെന്ന് തന്നെ അതിനെ എതിർത്തു. എനിക്ക് ശില്പയെ കാണണം, അതും ഇന്നും തന്നെ. അവളോട് എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, അർജുൻ പറഞ്ഞത് കേട്ട് റിയാസും യദുവും സംശയത്തോടെ അവനെ നോക്കി. എന്ത് കാര്യം തുറന്നു പറഞ്ഞ കാര്യമാണ് നീ ഈ പറയുന്നത്? യദുവാണത് ചോദിച്ചത്. കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് ആ റിസോർട്ടിൽ സംഭവിച്ചതെല്ലാം, അർജുൻ പറഞ്ഞത് കേട്ട് അവർ ഇരുവരും ഞെട്ടി. എടാ, അതൊക്കെ ശില്പയോട് പറഞ്ഞാൽ അവൾ എന്നെ വേണ്ടാന്ന് വെക്കില്ല. ഷീ ലവ്സ് മീ. മറ്റാരേക്കാളും അവൾ എന്നെ മനസ്സിലാക്കും, അർജുൻ ഉറപ്പോടെ പറഞ്ഞു. അതുതന്നെയല്ല, എനിക്ക് ആ രഘുവിനെ ഇപ്പോഴും തീരെ വിശ്വാസം പോരാ. നാളെ ഒരു നാൾ അയാൾ വീണ്ടും പഴയതുപോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വരികയോ അയാൾ എല്ലാവരോടും ഇതെല്ലാം തുറന്നു പറയുകയോ ചെയ്താൽ, ഞാനല്ലാതെ മറ്റൊരാൾ വഴി ശില്പ ഇതൊക്കെ അറിഞ്ഞാൽ, എൻ്റെ ഭാഗം കേൾക്കാൻ അവൾ പെട്ടെന്ന് തയ്യാറായില്ല എങ്കിൽ എനിക്ക് അത് ഓർക്കാൻ കൂടി വയ്യ. ഞാൻ അവളോട് ഇന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, അർജുൻ ഉറപ്പോടെ പറഞ്ഞു. യദുവും റിയാസും ഒന്നും വേണ്ടിയില്ല. അധികം വൈകാതെ അവരുടെ വണ്ടി ശില്പ താമസിക്കുന്ന ഫ്ലാറ്റ് കോംപ്ലക്സിന് മുന്നിലേക്ക് വന്ന് നിന്നു. നീ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടോ? യദു ഒരിക്കൽ കൂടി അർജുനോട് ചോദിച്ചു. ഉണ്ട്, അർജുൻ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്ത് ക്യാപ്പും മാസ്കും എടുത്ത് ധരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി റിയാസും യദുവും ഇരുന്നു. ഇത് ശരിയാകൂടാ? റിയാസ് ചെറിയ ടെൻഷനോട് ചോദിച്ചു. ഇല്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല, യദു പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു. എല്ലാം കേട്ടിട്ട് അർജുനെ വേണ്ടാന്ന് വല്ലതും ശില്പ പറഞ്ഞാൽ അർജുനത് താങ്ങാൻ കഴിയുമോ? റിയാസ് ആദ്യയോടെ ചോദിച്ചു.
ശില്പ അജുവിനെ വേണ്ടാന്ന് ഒരിക്കലും വെക്കില്ലടാ, യദു ഉറപ്പോടെ പറഞ്ഞു. അവളൊരു നീരാളിയാണ്. എങ്ങനെയും അജുവിൻ്റെ കഴുത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കാനേ അവൾ ശ്രമിക്കൂ. അവനിപ്പോൾ അവന് പറ്റിയ ഒരു തെറ്റുകൂടി ഏറ്റു പറയുമ്പോൾ അവൾ നല്ല കാമുകി ചമഞ്ഞ് അവനോട് ക്ഷമിക്കുമായിരിക്കും. പക്ഷേ അത് അജുവിനെ കൂടുതൽ അവളുടെ വരുതി നിർത്താനുള്ള അവളുടെ അടുത്ത തന്ത്രമാകും, യദു ഉറപ്പോടെ പറഞ്ഞു. ക്യാപ്പും മാസ്കും ധരിച്ചത് കൊണ്ട് അവനെ ആർക്കും മനസ്സിലായില്ല. അവൻ ശില്പയുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള ഫ്ലോറിലേക്ക് എത്തി. അവളോട് പറയുന്ന കാര്യം ഓർക്കെ അവന് ചെറുതായി ടെൻഷനുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവളോട് പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൾ ഫ്ലാറ്റിൽ കാണുമോ എന്ന് അവന് സംശയം തോന്നി. അതിനാൽ അവൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. കോൾ പോയിട്ടും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ ഫ്ലാറ്റിന് മുൻപിൽ വന്നു. അവൾ ഷൂട്ടിലായിരിക്കുമോ? അവൻ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഒപ്പം അവൻ അറിയാതെ ഡോർ ഹാൻഡിലിൽ കൈവച്ച് താഴ്ത്തി. അത് ചെറുതായി തുറന്നു. അവൻ കോളിംഗ് ബെൽ അമർത്താൻ കൈ ഉയർത്തിയപ്പോഴാണ് ഡോർ ചെറുതായി തുറന്നത് അവൻ ശ്രദ്ധിച്ചു. ഇത് ലോക്കല്ലായിരുന്നോ? അവൻ സംശയിച്ചുകൊണ്ട് ഫ്ലാറ്റിനുള്ളിലേക്ക് കയറി. ഈ ഡോർ എങ്ങനെ തുറന്നിട്ടിട്ട് ഇവളിത്? അവൻ ആലോചിച്ചുകൊണ്ട് ഫ്ലാറ്റിനുള്ളിലൂടെ നടന്നപ്പോഴാണ് ഒരു ബെഡ്റൂമിൽ നിന്ന് ചെറിയ ശബ്ദം അവൻ കേട്ടത്. അവൻ പതിയെ ആ റൂമിനടുത്തേക്ക് നടന്നു. റൂമിനോടടുക്കും തോറും കേൾക്കുന്ന ശബ്ദം കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങി. ആ ഹാഡ ഹാഡ ഡീപ്പ്. അവളുടെ ചിൽക്കാര ശബ്ദം കേൾക്കെ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ നെഞ്ചെടുപ്പ് ദ്രുതഗതിയിലായി. അവൻ്റെ ശരീരം ഒന്ന് വിറകൊണ്ടു. വിറയാർന്ന കയ്യാലെ അവൻ ബെഡ്റൂമിൻ്റെ വാതിൽ പതിയെ തുറന്നു.